ഹായ് കൂട്ടുകാരെ, കോൺസ്റ്റബിൾ മഞ്ജുൻ്റെ ഓൺ റിവ്യൂവിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കാളീശ്വരി വന്നിട്ട് പോയില്ലേ. അപ്പോൾ സ്വപ്നയ്ക്കും കുഞ്ഞാറ്റിക്കും ഭാനുമയ്ക്കൊക്കെ നല്ല ഡൗട്ടാണ്. സ്വപ്ന ഭാനുമ്മൻ്റെ അടുത്ത് പറയണേ, അമ്മ എനിക്ക് 101 പ്രദക്ഷിണമൊന്നും വെക്കാൻ എനിക്ക് വയ്യ, ഞാൻ ചെയ്തിട്ടൊന്നും ഇവർക്ക് ഒരു മാറ്റവും ഇല്ല. നേരത്തെ പറയുമ്പോൾ ആ ഏലസ് കെട്ടിയിട്ട് അവർ ഇന്ന് നല്ല ഒരു വഴക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല ഇണക്കുരുവികളായിട്ടാണ് ഇവർ നടക്കണത്. ഞാനൊന്നും ഇനി വെക്കില്ല, എനിക്ക് വയ്യ അമ്മയെ പറഞ്ഞിട്ട് പറയണേ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഞ്ജു അതേ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ജുവിനോട് ഭാനുമ്മ ചോദിക്കും, മോളെ നീ സത്യം എന്നോട് പറ, നീ ഏലസ് മാറ്റിയിട്ടുണ്ടോ പറയുമ്പോൾ മഞ്ജുവിൻ്റെ മുഖം അങ്ങോട്ട് മാറണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നീ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറ, നമുക്ക് അതിനുള്ള പ്രതിവിധി ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ ഒന്നും പറയില്ല, നിന്നോടുള്ള ഈ സ്നേഹം പോകൂല എന്ന് പറഞ്ഞിട്ട് ഭാനുമ്മ നല്ല മയത്തിൽ എന്താണ് അറിയാനുള്ള ഒരു ഇതിൽ അതറിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അമ്മയെ പിന്നെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഗിരി അങ്ങോട്ട് കയറി വരും കേട്ടോ. ഗിരി കയറി വന്നിട്ട്, അമ്മയ്ക്ക് എന്താണ്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ, ഏലസൊക്കെ ആരെങ്കിലും എടുത്ത് മാറ്റുമോ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത് പറഞ്ഞിട്ട് സംസാരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹിമ അതിലോട്ട് വരും കേട്ടോ. നമ്മുടെ കാളീശ്വരി കാര്യം സത്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ഗിരി അവനെ പിടിച്ച് ഒതുക്കി. സത്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർ മിണ്ടാണ്ട് വന്ന കാര്യം പറയാണ്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മഹിമ വന്നിട്ട് ഭാനുമ്മ പറയും, ഭാനുമ്മ എന്താ കുഞ്ഞിനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ചേച്ചിയൊന്നും അങ്ങനെ ചെയ്യില്ല, പിന്നെ ഗിരിയേട്ടനും ചെയ്യില്ല. ഗിരിയേട്ടൻ്റെയും ചേച്ചിൻ്റെയും സന്തോഷത്തിനും ദാമ്പത്യം നല്ല അവസാനം വരെ ഇരിക്കാൻ വേണ്ടിയല്ലേ ഭാനുമ്മ ചെയ്തത്, അതോ വേറെ എന്തെങ്കിലും ആണോ എന്നിട്ട് ചോദിക്കുമ്പോഴേക്കും ഭാനുമ്മ അങ്ങോട്ട് നെട്ടാണ്. അല്ല മോളെ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, കാളീശ്വരി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കണമല്ലോ പറഞ്ഞിട്ട് ചോദിച്ചാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഏലസൊന്നും മാറ്റില്ല എന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കണ്ടേ വേണ്ടി ചോദിച്ചാണ് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം ഒന്ന് മാറി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കൂടുതൽ നിന്ന് പറഞ്ഞാൽ കൂടുതൽ ചോദ്യം ഉണ്ടാവും പറഞ്ഞിട്ട് ഭാനുമ്മ അവിടെ നിന്ന് മാറിപ്പോകും പറഞ്ഞിട്ടോ. മഞ്ജു ഗിരിയോട് പറയണം, ഗിരിയേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ ഇതെങ്ങാനും സത്യം പറഞ്ഞു പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് എത്ര വിഷമോ എത്ര വെറുപ്പുണ്ടാവും, ഇപ്പോൾ ഉള്ള സ്നേഹമൊക്കെ ഇല്ലാണ്ടാവില്ലേ, ഗിരിയേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് ചോദിക്കണം. പിന്നെ പറഞ്ഞു, എന്നോട് സത്യം പറയേണ്ട, എന്നോട് മിണ്ടാൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് മിണ്ടാൻ വരണ്ടാൻ വേണ്ടി നമ്മുടെ മഞ്ജു കലിപ്പായിട്ട് ഇറങ്ങി പോകണ്. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിടണം അവളെ, ആൾക്ക് നല്ല വിഷമമായിട്ടോ. ഇനി മഹിമ എന്നെ പറഞ്ഞിട്ട് മഹിമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, മഹിമയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. മഹിമ ചേച്ചി ഇപ്പം എന്നോട് ഒന്നും മിണ്ടല്ല, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് നടക്കണേ, അതിനുള്ള ഒരു വഴിയേ ഉള്ളൂ, ഗിരിയേട്ടൻ സത്യം എന്താണെന്ന് പറയാ, അത് പിന്നെ അത് പറഞ്ഞു പറഞ്ഞാൽ മഞ്ജു എൻ്റെ അമ്മനെ പിന്നെ വെറുക്കില്ലേ മഹിമയെ വേണ്ടി പറയണേ. ഇല്ല ഇല്ല ഗിരിയേട്ടൻ വിചാരിക്കുന്ന പോലെയുള്ള ചേച്ചിയല്ല, ചേച്ചി പാവമാണ്, അമ്മൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞാൽ അമ്മൻ്റെ സ്നേഹം പോകും പറഞ്ഞിട്ടാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ അമ്മനെ വെറുക്കോ, ഇല്ല വെറുക്കില്ല, തെറ്റിദ്ധാരണ മാറും, അത്രയേ ഉള്ളൂ, എന്തിനാ ഇങ്ങനെ മറച്ചു വെക്കണേ, ഇത് ഇപ്പോൾ ഗിരിയേട്ടൻ സ്നേഹിക്കണമെങ്കിൽ ഈ സത്യം പറഞ്ഞേ പറ്റുള്ളൂ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറയണേ. അവസാനം നമ്മുടെ ഗിരി ആ സത്യം നമ്മുടെ മഞ്ജുവിനോട് പറയണം കേട്ടോ. എന്തായാലും ഈ എപ്പിസോഡിൽ പറയുമെന്ന് അറിയില്ല, എന്തായാലും വരാൻ പോണ ഒരു എപ്പിസോഡിൽ പറയും. അപ്പോൾ ഇതൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാവുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.